ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ കപടശാസ്ത്രമാണ്. കപടശാസ്ത്രങ്ങളിലെ രാജാവ് എന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതിയെ പോലെ സമ്പൂർണ്ണ കപടശാസ്ത്രം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. ഹോമിയോപ്പതിക്ക് ഒരു രോഗത്തിനും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഹോമിയോ മരുന്ന് ഇപ്പോൾ ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് മരുന്നൊന്നുമില്ല, അത് വെറും വെള്ളം മാത്രമാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ മാത്രമാണ്. വെള്ളത്തിലും ഡൈലൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കഹോളിലും ഡൈലൂട്ട് ചെയ്യാം. ഇതൊന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ആൽക്കഹോളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെള്ളം കുടിച്ചിട്ട് നിങ്ങളുടെ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന്? അങ്ങനെ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് എങ്കിലും ഹോമിയോ മരുന്ന് വെച്ചും സാധിക്കും. ഹോമിയോ മരുന്നിനകത്ത് യഥാർത്ഥത്തിൽ മരുന്നില്ല, അത് വെറും വെള്ളം മാത്രമാണ്. എന്തുകൊണ്ടാണ്? പല ആവർത്തി ഇങ്ങനെ ഇതിനെ നേർപ്പിച്ച് വരുമ്പോഴേക്കും അതിനകത്ത് മരുന്നൊന്നും ഉണ്ടാവില്ല. അതിനകത്ത് മരുന്നിൻ്റെ ഒരു തന്മാത്ര പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു തന്മാത്ര പോലും ഇല്ലാത്ത ഒരു വസ്തു കൊണ്ട് ക്യാൻസർ ഒരിക്കലും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഹോമിയോ ഡോക്ടർമാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഇത്ര റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബോധമുള്ള ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, എത്രയും പെട്ടെന്ന് ഒരു ഓൺകോളജിസ്റ്റിനെ സമീപിക്കുകയാണ്. പിന്നെ വേറെ കുറച്ച് വീരന്മാരുണ്ട്, അവർ ഇതിനെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കൊച്ചു കുട്ടികളൊക്കെയാണ് വന്നാലും വെച്ച് ട്രൈ ചെയ്യുന്ന സംഭവമുണ്ട്, അതൊരു റിയൽ സംഭവമാണ്.